സ്വകാര്യ ഭൂമിയിലും കണ്ടുവച്ച വഖഫ് ബോർഡ്. തീരദേശ ജനത വില കൊടുത്തു വാങ്ങിയ ഭൂമി വഖഫ് സ്വത്തെന്ന് അവകാശപ്പെട്ട് കൈവശപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. ചെറായി മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ മുൻ തലമുറ വിലയാധാരം വാങ്ങിയ ഭൂമിക്കായാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. പ്രദേശത്തെ 405 ഏക്കറോളം ഭൂമിയും വഖഫ് സ്വത്താണെന്നാണ് അവകാശവാദം. ഈ നീക്കത്തെ ചെറുക്കാൻ പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുകയാണ് വൈപ്പിൻ വേളാങ്കണ്ണി കടപ്പുറത്തെ ജനത. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, നമസ്തേ. തമിഴ്നാട്ടിൽ കണ്ടതിനേക്കാൾ വലിയ രീതിയിലുള്ള കയ്യേറ്റ ശ്രമമാണല്ലോ കേരളത്തിൽ നടക്കുന്നത്. മറ്റു മാധ്യമങ്ങളെല്ലാം മൗനം പാലിക്കുന്നു. സർക്കാർ ഇടപെട്ടതിന്റെ എന്തെങ്കിലും സൂചനയുണ്ടോ? റവന്യൂ അധികൃതർ എന്ത് പറയുന്നു? എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? നമസ്തേ. നമ്മൾ നേരത്തെ പല ഘട്ടങ്ങളിലായി റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വഖഫിന്റെ ഭൂമിയുടെ പേരിൽ ഇത്തരത്തിൽ സ്വകാര്യ ഭൂമികൾ കൈവശപ്പെടുത്താനുള്ള നീക്കം, അതൊരു ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ്. അവിടെ കൃത്യമായി ഈ സർക്കാർ സംവിധാനങ്ങൾ കൂടി അതിന് കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാവുകയും ചെയ്യുന്നത്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നതാണ് നമ്മൾ ഇന്ന് ബ്രേക്ക് ചെയ്യുന്ന, പുറത്തേക്ക് വിടുന്ന ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ചെറായി മേഖലയിലെ മുനമ്പം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ ഭൂമിയാണ്. സാധാരണക്കാരായ ആളുകളുടെ ഭൂമിയാണ് ഇത്തരത്തിൽ കൈവശപ്പെടുത്താനുള്ള ഒരു ആസൂത്രിതമായ നീക്കം വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവിടെ ഏതെങ്കിലും 1 സെന്റോ 2 സെന്റോ 3 സെന്റോ അല്ല, ഒരുപാട് പേരുടെ ഭൂമി, 610 ആളുകളുടെ അല്ലെ കുടുംബങ്ങളുടെ ഭൂമി, ആ ഭൂമി മുഴുവൻ 110 ഏക്കറോളം വരുന്ന ഭൂമി കൈവശപ്പെടുത്താനാണ്. 404 ഏക്കർ ഭൂമി തങ്ങൾക്ക് അവിടെ ഉണ്ട് എന്നും അതെല്ലാം തിരിച്ചു പിടിക്കുമെന്നാണ് വഖഫ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു യാഥാർത്ഥ്യം, വസ്തുതയാണ് കൃത്യമായ തെളിവുകൾ സഹിതം, രേഖകൾ സഹിതം, ആധാരം സഹിതം അവിടെയുള്ള ജനങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്, പൊതുജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, 1989-90 കാലത്ത് വിലയാധാരം നൽകി, അതായത് വില നൽകിക്കൊണ്ട് ആധാരം രജിസ്റ്റർ ചെയ്ത ഭൂമിയാണ്, പണം കൊടുത്തു വാങ്ങിയ ഭൂമിയാണ്. അങ്ങനെ വഖഫിന് അവകാശപ്പെട്ട ഭൂമിയാണ് എങ്കിൽ, അല്ലെങ്കിൽ വഖഫിന്റെ ഭൂമിയാണെങ്കിൽ സ്വാഭാവികമായും അതിന് നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു, അത് രജിസ്റ്റർ ചെയ്ത് ലഭിക്കില്ലായിരുന്നു. 1950 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ രാജാവ് സേട്ടു കുടുംബത്തിന് നൽകിയ, അബ്ദുൾ സത്താർ സേട്ടിന് നൽകിയ ഭൂമി പിന്നീട് സിദ്ദിഖ് സേട്ട് 1952 ഇത് നടത്തുന്നതിന് വേണ്ടി കോഴിക്കോട് ഫറൂഖ് കോളേജിന് കൈമാറുന്നു. അവിടെ സ്വാഭാവികമായും ആ കോളേജിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഒരു ഏക്കർ കണക്കിന് സ്വത്തുകളുള്ള, വലിയ സ്വത്തുക്കളുള്ള ധനിക കുടുംബം ഒരു വ്യവസായ സംരംഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിദ്യാഭ്യാസ മേഖലയിലെ ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള പിന്തുണ എന്ന നിലക്കായിരുന്നു അന്ന് നൽകിയിരുന്നത്. എന്നാൽ ആ ഘട്ടത്തിൽ പോലും അത് വഖഫ് അല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. കാരണം അതിൽ പറയുന്നുണ്ട്, ഇത്തരത്തിൽ നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസവുമായി സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എങ്കിൽ അത് തൻ്റെ പിന്തുണച്ച അവകാശികൾക്കും തിരികെ ലഭിക്കേണ്ടത് ആണ് എന്ന്. അവിടെയാണ് ഈ വഖഫ് എന്ന പേരിൽ നടത്തുന്ന പരാമർശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം വഖഫാണ് ഇത്തരത്തിൽ എങ്കിൽ അത് പൂർണ്ണ മനസ്സോടുകൂടി തിരിച്ചെടുക്കില്ല എന്ന കൃത്യമായ ഉറപ്പിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള വാഗ്ദാനത്തോടുകൂടി ദൈവത്തിന് സമർപ്പിക്കുന്ന, അള്ളാഹുവിന് സമർപ്പിക്കുന്നതാണ് വഖഫ് എന്ന ആ ഭൂമി. ആ ഭൂമിയിൽ പിന്നീട് ഒരു കാരണവശാലും അത് നൽകുന്ന വ്യക്തി അവകാശം ഉന്നയിക്കില്ല. എന്നാൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തനിക്ക് ആ ഭൂമി തിരിച്ചു വേണം, ഇത് താൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എന്ന് ഉണ്ടെങ്കിൽ ആ ഭൂമി തൻ്റെ പിന്തുടച്ച അവകാശികൾക്ക്, തൻ്റെ കാലശേഷമാണ് എങ്കിൽ അത് തൻ്റെ പിന്തുടച്ച അവർക്ക് വേണ്ടതാണ്, അവരാണ് അതിന്റെ അവകാശികൾ എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിരിക്കുന്ന ഭൂമിയാണ് ഇപ്പോൾ വഖഫ് പറയുന്നത് തങ്ങളുടെ ഭൂമിയാണ് എന്ന്. അവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഏക്കർ കണക്കിന് ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ആ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമി തങ്ങളുടേതാക്കാനുള്ള ശ്രമം മാത്രമല്ല വഖഫ് നടത്തുന്നത്. ഇവിടെ നിരവധി കുടുംബങ്ങൾ, 610ഓളം കുടുംബങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികളായ കുടുംബങ്ങൾ, അവരെയാണ് കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ. ഇതിന്റെ ഭാഗമായി സർക്കാർ സംവിധാനങ്ങൾ കൂടി ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അതിന് കരമടക്കാനുള്ള, പോക്കുവരവ് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും റദ്ദാക്കിയിരിക്കുന്നത്. നിലവിൽ ഇതിന് കരമടക്കാൻ അവിടെയുള്ള ആളുകൾക്ക് കഴിയുന്നില്ല, അതിന്റെ പോക്കുവരവുകൾ നടക്കുന്നില്ല. ആ ഭൂമി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ പോലും കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുന്നു. കാരണം മകളുടെ വിവാഹം, മക്കളുടെ പഠനാവശ്യങ്ങൾ, ഒപ്പം തന്നെ വീട് വയ്ക്കുന്നതിന്, വീട് പുതുക്കി പണിയുന്നതിന് അടക്കം ഒരു കാര്യങ്ങൾക്കും ബാങ്കിനെ സമീപിക്കാനോ ഈ ഒരു ആധാരം വെച്ചുകൊണ്ട് തുടർ നടപടികൾക്ക് കടക്കാനോ അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല. കാരണം അവരുടെ ഭൂമി
ഭൂമി പൂർണ്ണമായും തന്നെ മരവിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ തുടർ നടപടികൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവർക്ക് മുന്നിൽ തങ്ങൾക്ക് അവകാശമില്ലാത്തൊരു ഭൂമിയായി ഒരു സുപ്രഭാതത്തിൽ അത് മാറുകയും ചെയ്യുന്നു. ഈ ഒരു 35 വർഷങ്ങൾക്ക് ശേഷം പണം കൊടുത്ത് ഭൂമി വാങ്ങി വർഷങ്ങൾക്ക് ശേഷമാണ് തങ്ങളുടെ ഭൂമിയിൽ അവർ അനാഥരായി മാറുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ലാത്ത ആളുകളായി പൂർണ്ണമായും തന്നെ മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതാണ് അവർ നമുക്ക് മുന്നിൽ നൽകിയിരിക്കുന്ന സങ്കടങ്ങൾ. ഇവിടെ വഖഫ് സംരക്ഷണ വേദിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജിയുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. കാരണം നേരത്തെ തന്നെ വഖഫിൽ നടക്കുന്ന നിരവധി ക്രമക്കേടുകൾ അവർ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. 2015 കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ജനൻ ടി വിയിലൂടെ തന്നെ നിരവധി വാർത്തകൾ അവർ ജനൻ ടി വിയുമായി പങ്കുവെക്കുകയും നമ്മളത് പുറത്തുവിടുകയും എല്ലാം തന്നെ ഇത്തരത്തിൽ ചെയ്തിരുന്നു. അന്ന് വഖഫ് സംരക്ഷണ വേദി വഖഫിന്റെ സംരക്ഷകർ എന്ന നിലയിലാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ഒരു നിമിഷം കാര്യം മറ്റ് ധാരാളം വാർത്തകളുണ്ട്, മുല്ലപ്പെരിയാർ അടക്കം. മാത്രമല്ല ഇത് ദിവസം മുഴുവൻ ഈ വാർത്ത ചർച്ച ചെയ്യും. ഈ ദിവസം മുഴുവൻ ബന്ധപ്പെട്ടവരുടെ പ്രതികരണം എടുക്കേണ്ടതുണ്ട്. ഒറ്റ ചോദ്യം പെട്ടെന്ന്, കാര്യം നമുക്ക് ഇനി ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കും മുല്ലപ്പെരിയാറിലേക്കും അതുപോലെ തന്നെ യോഗയിലേക്കും പോകേണ്ടതുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ അധികൃതർ വ്യക്തമാക്കുന്നത്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ വ്യക്തമാക്കുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, കോടതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതിയുടെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗം തങ്ങൾ നടപ്പിലാക്കുന്നു എന്ന ഒരു ന്യായീകരണമാണ് കൃത്യമായി അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ആളുകളടക്കം അവിടെ വില്ലേജ് ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ തങ്ങൾക്ക് ഈ ഭൂമിക്ക് അവകാശമുണ്ട് എന്നും തുടർ നടപടികൾ സുതാര്യമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ ഭൂമിക്ക് വേണ്ടി അവർ കയറി ഇറങ്ങുമ്പോൾ അവർ നൽകുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധി പുറപ്പെടുവിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ പരിഗണനയിൽ മാത്രമുള്ള കേസാണ്. താൽക്കാലികമായി മാത്രമാണ് ചില നിയമപരമായി അതിന്റെ പോക്കുവരവ് നീക്കങ്ങൾ തടഞ്ഞിരിക്കുന്നത്. അവിടെയാണ് തങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ രേഖകൾ സഹിതം അവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ഇത് ദാനമായി ലഭിച്ച ഭൂമിയാണ്. അത് ദാനമായി നൽകിയിരിക്കുന്ന സമ്മാനം എന്ന രീതിയിൽ കൈമാറിയിരിക്കുന്ന ഭൂമിയാണ്. ഒരിക്കലും ഒരു വഖഫ് എന്ന രീതിയിൽ കൈമാറിയിരിക്കുന്നതല്ല. അത് പിന്നീടുള്ള രേഖകളിലെല്ലാം തന്നെ വ്യക്തമാകുന്നുണ്ട്. 1975 ഹൈക്കോടതി ഉത്തരവിലടക്കം ഇത് വഖഫ് ഭൂമി അല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടും ഒരു ജനതയെ ആകെ അല്ലെങ്കിൽ ഒരു പ്രദേശമാകെ, നമുക്കറിയാം 405 ഏക്കർ എന്നെല്ലാമാണ് അവകാശവാദം. അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത് അത് കടലെടുത്ത ഭൂമി അടക്കമാണ്. ജജീഷ്, ഇക്കാര്യത്തിൽ എന്തായാലും ഇതിന്റെ നിയമവശങ്ങൾ നിയമവിദഗ്ധരെ വഴി തന്നെ നമ്മളിത് ചർച്ചയ്ക്ക് വിധേയമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ധാരാളം പ്രതികരണങ്ങൾ വരുന്നു. അപ്പോൾ അതുകൂടി ഒന്ന് പറയാം എന്നാണ് ഓർത്തത്. പുറത്തു വന്നുകൊണ്ടതിന് PRP കുറുപ്പ് സർ, താങ്ക് യു. നന്ദനാർ, ജനൻ TV നിരന്തരം ചർച്ച ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യാം. ഹരിനാരായണൻ, ജനൻ TVക്ക് അഭിനന്ദനങ്ങൾ. പ്രത്യേകിച്ച് അരുൺ, എസ്പെഷ്യലി അരുൺ ആലത്തൂർ, തീർച്ചയായിട്ടും അരുണിന്റെ ഒരു അതിർത്തി കടന്നുള്ളൊരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ശ്രീ രാധാകൃഷ്ണൻ വൈകുണ്ഠമില്ല, ചിറക്കലിനല്ല ഇനി ഒരിടത്തും പിടിച്ചെടുക്കൽ നടക്കില്ല എന്നുള്ളതിന്റെ കൃത്യമായ പ്രഖ്യാപനമാണ് മന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ അവതരിപ്പിച്ച ഈ ഭേദഗതി ബില്ല്.